നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2024 ബാലൻ ഡ്യൂർ ആര് നേടും? 2023 ബാലൻ ഡ്യൂർ ലിയോ മെസ്സിയാണ് നേടിയത്. നമുക്കറിയാം, ഇപ്പോൾ സീസൺ വൈസാണ് ബാലൻ ഡ്യൂർ കൊടുക്കുക. പക്ഷെ മെസ്സി കളിക്കുന്ന ലീഗ് ജനുവരി മുതലാണ് ആരംഭിക്കുന്നത്. എന്നാലും ഈ കാലയളവിലെ കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞ സീസണിലെ അവസാന ഭാഗത്ത്, അതായത് MLS കഴിഞ്ഞ സീസണിലെ അവസാന ഭാഗത്തെ കണക്ക് കൂടി ഇതിലേക്ക് ചേർക്കും. നിലവിൽ മറ്റെല്ലാ ലീഗുകളും അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. മാർച്ച് മാസത്തിലേക്ക് നമ്മൾ എത്തി. 2-3 മാസങ്ങൾ കൂടിയാണ് ഇനി മത്സരങ്ങൾ ഉണ്ടാകുക. പിന്നെ ഇത്തവണ നമുക്കറിയാം, കോപ്പ അമേരിക്കയുണ്ട്, യൂറോ കപ്പ് ഉണ്ട്. അങ്ങനെ കോണ്ടിനെന്റൽ കപ്പുകളിലെ പ്രകടനം കൂടി പരിഗണിക്കുക. ഇപ്പം AFCയും AFCOണും ഒക്കെ കഴിഞ്ഞിട്ടുമുണ്ടല്ലോ. അപ്പോൾ നിലവിൽ ബാലൻ ഡ്യൂറിന് ഏറ്റവും അധികം സാധ്യത ആർക്കാണ്? ഒരു പ്രോബബിലിറ്റി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 10 താരങ്ങളുടെ പ്രോബബിലിറ്റി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് 365 ബെറ്റ്. അവരുടെ ബെറ്റ് 365ന്റെ ആ ഒരു പ്രോബബിലിറ്റി നമ്മൾ പരിശോധിക്കുകയാണ്. 10ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഇത്തവണ ബാലൻ ഡ്യൂർ നേടാൻ അദ്ദേഹത്തിന്റെ പ്രോബബിലിറ്റി 2% കാണിക്കുന്നത്. 9ാം സ്ഥാനത്ത് 9ഉം 8ഉം ഒക്കെ ഒരുപോലെയാണ്. 3% പ്രോബബിലിറ്റിയുമായിട്ട് മോസലായും വിനീഷ്യസ് ജൂനിയറും. അവർക്ക് മുകളിലായിട്ട് നിൽക്കുന്നത് കെവിൻ ഡിബ്രൂയിനെയും അതുപോലെ റോഡ്രിയുമാണ്. 7% വീതമാണ് അവരുടെ ഒരു പ്രോബിലിറ്റി കാണിക്കുന്നത്. 5ാം സ്ഥാനത്തേക്ക് ലിയോ മെസ്സിയുണ്ട്. 8% അദ്ദേഹത്തിൻ്റെ പ്രോബിലിറ്റി ഇപ്പോഴും. അത് രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ബാലൻ ഡ്യൂറിന് ശേഷം അദ്ദേഹം അധികമൊന്നും കളികൾ കളിച്ചിട്ടില്ല ഇതുവരെ. പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, MLS കളി അവർ പ്ലേ ഓഫിനൊന്നും യോഗ്യത നേടാത്തത് കൊണ്ട് കുറെ കളികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാലും 8% പ്രോബിലിറ്റി അദ്ദേഹത്തിന് കാണിക്കുന്നുണ്ട്. ഹെർലിംഗ് ഹാലൻഡ് ഗോളടിച്ച് തിമിർക്കുന്ന ഹെർലിംഗ് ഹാലൻഡ്, അദ്ദേഹത്തിന് 13% പ്രോബിലിറ്റി. മെസ്സിക്ക് മുകളിൽ 4ാം സ്ഥാനത്ത് വരുമ്പോൾ 3ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ, മറ്റൊരു ഗോളടി വീരൻ, 14% അദ്ദേഹത്തിന്റെ പ്രോബിലിറ്റി കാണിച്ചിരിക്കുന്നത്. കിലിയൻ എംബാപ്പയ്ക്കാണ് 2ാം സ്ഥാനം, 27% പ്രോബിലിറ്റി ആണെങ്കിൽ 1ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗാമാണ്. 31% പ്രോബിലിറ്റിയാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്നത്. ഏതായാലും പോര് മുറുകയാണ്. ബെല്ലിംഗാമും എംബാപ്പയും ഒക്കെ മിന്നുന്ന പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. മെസ്സിക്കും ക്രിസ്ത്യാനോക്കും ഒക്കെ ഇത്തവണ സാധ്യതകളുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. കാരണം യൂറോ കപ്പും കോപ്പ അമേരിക്കയും ഒക്കെ ഉണ്ട്. അതിലേക്കൊക്കെ കിരീടത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവരുടെ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഏതായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിലാണ് ഇത്തവണത്തെ ബാലൻ ഡ്യൂർ പോര് മുറുകുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.